വീട് മേടിക്കുന്നതിന് മുമ്പ് കപ്പിൾസിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് നമുക്ക് കോണ്ടോമിനിയം മേടിച്ചു പോകണോ അതോ ബംഗ്ലാവ് ടൈപ്പ് ഒരു വീട് മേടിക്കണമെന്ന്. ഇതിന് അവർ പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണ്ടോമിനിയം ആണെങ്കിൽ ഒരു 2500 റേഞ്ചിലല്ലേ അടവ് വരത്തുള്ളൂ. നമ്മളൊരു ഡിറ്റാച്ച്ഡ് ബംഗ്ലാവ് ടൈപ്പ് ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 3300 പ്ലസ് ഒരു 3300 അല്ലെങ്കിൽ 3500 ഒക്കെ അടവ് വരികയല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇതിന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2500 മാത്രമല്ല ഒരു കോണ്ടോമിനിയം മേടിച്ച് കഴിഞ്ഞാൽ അടവ് വരുന്നത്. അതിന് പ്ലസ് ഒരു കോണ്ടോമിനിയം ഫീ ആയിട്ട് ഒരു 800 900 ഒക്കെ വരും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമുക്ക് അടവ് വരുന്നത് ഒരു 3300 അല്ലെങ്കിൽ 400 ഒക്കെ ആയിരിക്കും. ഇപ്പം നമ്മളൊരു ഡിറ്റാച്ച്ഡ് ബംഗ്ലാവ് ടൈപ്പ് ഹോമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിന് ബേസ്മെൻറ്റ് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലീഗലായിട്ട് അങ്ങനെ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഒരു പക്ഷേ ഈ ബംഗ്ലാവ് ടൈപ്പ് ഹോമിന് പറ്റും. അപ്പോൾ അതുവഴി നമുക്കൊരു $1500 $1800 ഒരു അഡീഷണൽ ഇൻകം വരികയും നമ്മൾ അടയ്ക്കുന്ന മോർഗേജിന്റെ ഒരു ഭാരം നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. കോണ്ടോമിനിയം പോകാതെ നമ്മളൊരു ഡിറ്റാച്ച് ഹോമിലേക്ക് പോകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് യാർഡ് കിട്ടും. കുറച്ചുകൂടെ നമുക്ക് ഇപ്പം പ്രൈസ് അപ്രിസിയേഷന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിറ്റാച്ച് ഹോംസിന് കിട്ടുന്ന അപ്രിസിയേഷൻ എന്താ പോയാലും നമുക്ക് കോണ്ടോമിനിയത്തിൽ കിട്ടത്തില്ല. കാനഡയിൽ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസിന് DM Home. ഹാവ് എ വണ്ടർഫുൾ ഡേ.